ചില പടങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് നമ്മളത് പിന്നെ OTT കാണുമ്പോൾ നമുക്ക് ആ തിയേറ്ററിൽ കണ്ട സെറ്റപ്പ് കിട്ടാറില്ല. അത് പൊതുവേ നമുക്ക് ഈ പറയുന്നത് മറ്റേ എൻ്റർടൈൻമെൻറ്റ് പടങ്ങളായ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ തിയേറ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാതെ വരുന്നത്. സാധാരണ രീതിയിലുള്ള പടങ്ങൾ, സ്റ്റോറി ടെല്ലിങ് പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിപ്പോൾ നോർമലായിട്ട് കണ്ടാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പടത്തിന് നല്ല ഹൈപ്പ് വന്നു, നല്ല പടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നു. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ OTT കാണുമ്പോൾ അതിന് വേണ്ടത്ര ഒരു ഹൈപ്പ് ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കളങ്കാവലിനെ കുറിച്ചാണ്. അത്യാവശ്യം തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടിയൊരു പടമായിരുന്നു കളങ്കാവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വേറിട്ട വേഷം, അതൊക്കെ തന്നെയാണ് മെയിൻ കാരണങ്ങൾ. ഈ പടം കാണാനുള്ള മെയിൻ കാരണങ്ങൾ മമ്മൂട്ടിയുടെ വേറിട്ട വേഷം, ഇത് മമ്മൂട്ടി വില്ലൻ, വിനായകൻ നായകൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പടം ഞാൻ മെയിനായിട്ട് കാണാനുള്ള കാരണം. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ ഹൈപ്പിനുള്ള സാധനമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം എൻഗേജ് ചെയ്തിരുന്നാണ് ഞാൻ കണ്ടത്. സീൻ ബൈ സീൻ അത്യാവശ്യം എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു ത്രില്ലർ മൂഡിൽ ഇങ്ങനെ പോകുന്നു, ഇതെങ്ങനെ മമ്മൂട്ടിനെ പിടിക്കും, അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഒരു കേസ് അന്വേഷണമാണല്ലോ. അപ്പോൾ ആ ഒരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥയായിട്ട് ഭയങ്കരമായിട്ട് എൻഗേജ് ആവാൻ പറ്റി. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരും തോറും പടത്തിൻ്റെ ആ ഒരു ഗ്രിപ്പിംഗ് പതുക്കെ കുറഞ്ഞ് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോയി, സ്ഥിരം കണ്ട ക്ലീഷേ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തി. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് വന്നു. എനിക്ക് ആ ഒരു ക്ലൈമാക്സിലോട്ട് ഇത് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ഇതുപോലെ പോയി. ഒറിജിനൽ നടന്ന കഥയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അത് സ്ക്രീനിലോട്ട് വരുമ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്കത് കാണാൻ പറ്റി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ്. ഒരു വില്ലനായിട്ട് ഇത്ര നാൾ നായകൻ രീതിയിൽ, വില്ലൻ വേഷം മമ്മൂട്ടി പിന്നെയും ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല, പക്ഷേ ഇത്ര നാൾ നായകനായിട്ട് ചെയ്തിരുന്നിട്ട് നമ്മൾ വെക്കുന്ന ഒരു വില്ലൻ വേഷത്തിലോട്ട് വരുമ്പോൾ അതെങ്ങനെ പുള്ളി പുൾ ഓഫ് ചെയ്യുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇത്. പുള്ളിയുടെ ആ ഒരു അഭിനയം, മാനറിസം, കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയലോഗ്, ഇതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. അതുപോലെ വിനായകൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിയും പെർഫോം ചെയ്ത് പോകുന്നത്. ഈ പറയുന്ന ഫസ്റ്റ് ഹാഫ് ഭയങ്കര അത്യാവശ്യം നല്ല എൻഗേജ് ചെയ്തിരുന്നാണ് പോകുന്നത്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊരു മൂഡ് തോന്നുമായിരുന്നു ഈ പടം. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്തു. ഒരു അത്യാവശ്യം നല്ല ലാഗ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ഒരു അവസാനത്തെ ഒരു 1/4 മണിക്കൂർ ഇതെങ്ങനെ തീർന്നാൽ മതി എന്നുള്ള ചിന്തയിലായിട്ട് എത്തുന്ന ഒരു രീതിയിലോട്ട് വരെ വന്നു. ഫസ്റ്റ് ഹാഫിൽ 1-2 നല്ല കിടിലൻ സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ, സെക്കൻഡ് ഇൻട്രോയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കുന്നുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ഡയറക്ഷനുമാണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തിരക്കഥയും ഡയറക്ഷനൊക്കെ പോയത്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം നല്ല മ്യൂസിക്കും ആയിരുന്നു. അപ്പോൾ എനിക്ക് മ്യൂസിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറി പടങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗുണ്ട്, ഇത് മനസ്സിൽ വെച്ചിട്ട് കാണുക. മമ്മൂട്ടിയുടെ വേറിട്ട വേഷം, വില്ലൻ വേഷം, അതായത് ഇങ്ങനെ വേറിട്ട വേഷങ്ങൾ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു നാച്ചുറൽ സ്റ്റോറി, അത് വേറെ നമ്മൾ സ്ഥിരം കാണുന്ന നായകന്മാരെ വേറെ രീതിയിൽ അഭിനയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമുള്ളവർ ഈ പടം ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷയ്ക്കുള്ള വകുപ്പൊന്നും പടത്തിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിലിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 മണിക്കൂർ അവസാനത്തെ ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് കാണാൻ താല്പര്യമുള്ളവർ ഈ പടം ഒന്ന് കണ്ടു നോക്കുക. ഇതൊരിക്കലും ഒരു കൊമേഴ്ഷ്യൽ പടമല്ല, നോർമൽ പടമാണ്. തിയേറ്ററിൽ വെച്ച് ആൾക്കാർ പറഞ്ഞ ആ ഹൈപ്പ് ഈ പടത്തിന് എനിക്ക് വീട്ടിലിരുന്ന് കണ്ടിട്ട് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ ബൈ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.